നല്ല മനക്കരുത്തുണ്ടെങ്കിൽ മാത്രം സമ്പാദിക്കാവുന്ന ഒരു സൽഗുണമാണ് ക്ഷമ. പലരും ക്ഷമാശീലം വളർത്തിയെടുക്കുന്നതിൽ പരാജയപ്പെടുകയാണ് പതിവ്. നിസ്സാര തെറ്റ് ചെയ്തവരോട് പോലും ക്ഷമിക്കുവാൻ തയ്യാറാവാതെ വിദ്വേഷവും പകയും വെച്ച് പുലർത്തുന്നവരുണ്ട്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. കുരിശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ ഈ വാക്കുകൾ ക്ഷമയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാതെ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം ഇവ വെച്ചു പുലർത്തുന്നവർക്ക് ഒരിക്കലും ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തിന് ഉടമയാകാൻ കഴിയുകയില്ല. ക്ഷമിക്കുന്നവന്റെ ഹൃദയ ലാളിത്യവും കാരുണ്യഭാവവും മാത്രമേ മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി തീരൂ. ക്ഷമിക്കുന്നവനോട് എല്ലാവർക്കും ബഹുമാനമാണ്. അയാൾ സ്വയം നന്മയിൽ സമ്പന്നനാകുന്നു എന്നു മാത്രമല്ല, സഹചരെ സൽവഴിയിലേക്ക് നയിക്കുവാനും അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ദൈവിക ഗുണമായി വിശേഷിക്കപ്പെടാറുള്ള ക്ഷമാശീലം മനുഷ്യന്റെ മഹത്വമേറിയ ഒരു മാനസിക ഭാവമാണ്. ശത്രുവിനോട് ക്ഷമിക്കാത്തവൻ ജീവിതത്തിലെ ഉത്തമമായ സന്തോഷങ്ങളിലൊന്നും ആസ്വദിച്ചിട്ടില്ല. ശത്രുവിനോട് ക്ഷമിക്കാത്തവൻ ജീവിതത്തിലെ ഉത്തമമായ സന്തോഷങ്ങളിലൊന്നും ആസ്വദിച്ചിട്ടില്ല.